ക്രൈസ്തവ സമൂഹങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ജസ്റ്റിസ് കെ.ബി. ഘോഷി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന്. സർക്കാർ ഇന്നത് പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു ഈ യോഗം ചേർന്നിരുന്നത്. ഈ യോഗത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 423 പേജുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2020 ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ തുടങ്ങുകയും ഇത്തരമൊരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ടു. പിന്നീട് ഇന്നാണ്, അതായത് 2026 ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ പലതവണ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഒരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളൊക്കെ സർക്കാർ മുമ്പിൽ വെച്ചു. ലത്തീൻ അതിരൂപത അടക്കമുള്ള സംഘടനകൾ ഇക്കാര്യവും സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 200ഓളം ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാർ ഇതുവരെ നടപ്പിലാക്കി. ഒപ്പം തന്നെ 40ഓളം അനുബന്ധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഒരു ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ആ റിപ്പോർട്ടാണ് സർക്കാർ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കാനുള്ള പശ്ചാത്തലം ക്രൈസ്തവ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന പരാതിയൊക്കെ ഉയർന്നു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കമ്മീഷനെ രൂപീകരിക്കുന്നതിലേക്ക് സർക്കാർ കടന്നത്. സർക്കാർ സേവനങ്ങളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ പ്രവേശനത്തിലും പ്രാതിനിധ്യം കുറവായെന്ന ഒരു വിലയിരുത്തലും ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. ഒപ്പം തന്നെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനം എടുക്കുന്നതിന്റെ ആവശ്യകതയും ഉയർന്നു വരുന്നു. ഇതിന്റെ പശ്ചാത്തലമാണ് സർക്കാർ ഇത്തരം ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 5 ശുപാർശകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ സഹായങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ശുപാർശ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഫീസ് ഇളവുകൾ, പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേക സീറ്റുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ കെ.ബി. ഘോഷി കമ്മീഷൻ റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു, ശുപാർശയെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ തൊഴിൽ പരിശീലന പദ്ധതികൾ കൂടുതലായി കൊണ്ടുവരണം. യുവാക്കൾക്കും ഒപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനങ്ങൾ, സ്വയം സംരംഭക സഹായ പദ്ധതികളൊക്കെ തന്നെ കൂടുതൽ കൊണ്ടുവരണം, ഈ ക്രിസ്ത്യൻ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആവശ്യവും ഈ കെ.ബി. ഘോഷി കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശയെ തന്നെ വെക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ നിയമനങ്ങളിൽ തുല്യ അവകാശം വേണമെന്ന ഒരു ആവശ്യവും പ്രധാനമായും ഈ റിപ്പോർട്ടിലുണ്ട്. പ്രാതിനിധ്യം നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ഒരു ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. സാമൂഹിക സാമ്പത്തിക സർവേകൾ വേണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ഥിരമായി ഡാറ്റ ശേഖരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. ഒപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രത്യേക പഠനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വേണമെന്നും ഈ നിർദ്ദേശമായി തന്നെ ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേക വികസന പദ്ധതികൾ നടപ്പിലാക്കണം. ഏറ്റവും പ്രധാനമായും തീരദേശ ഒപ്പം തന്നെ മലനിര മേഖലകളിലെ വികസന പദ്ധതികൾ നടപ്പിലാക്കാനും ഒപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി പ്രത്യേക പദ്ധതികൾ വേണമെന്നും ഈ കെ.ബി. ഘോഷി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ശുപാർശയെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സമഗ്രം എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സമഗ്ര വികസനത്തിനായി നയപരമായ ഇടപെടലുകളാണ് അനിവാര്യമാണെന്ന് ഊന്നിപ്പറയുന്നതാണ് ഈ റിപ്പോർട്ടിലെ ഒരു സമഗ്രമായി ഉള്ളത്. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക പുരോഗതി ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ എന്നിവയിൽ തുല്യ അവകാശം ഉറപ്പാക്കുന്നതിനായി സർക്കാർ പ്രത്യേക പദ്ധതികളും സംവരണ പദ്ധതികളും നടപ്പിലാക്കണമെന്ന ഒരാവശ്യം ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ നയ നിർണയത്തിൽ ഒരു നിർണായക രേഖയായി വിലയിരുത്തപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കെ.ബി. ഘോഷി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നൊരാവശ്യം. അത് എന്തായാലും സർക്കാർ ഇന്ന് നടപ്പിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ 2023 സർക്കാരിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ടാണ് 2026 സർക്കാർ പുറത്തുവരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇവരുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾ വേണം, വിദ്യാഭ്യാസത്തിനായി പുതിയ സ്കോളർഷിപ്പുകൾ വേണം, ഒപ്പം തന്നെ സർക്കാർ നിയമനങ്ങളിൽ പ്രത്യേക പരിഗണന വേണമെന്ന ആവശ്യം ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.